ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് യുണീക്ക് പാത്സ് എന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം ആയിരിക്കും സോൾവ് ചെയ്യുക. There is a robot on an m-cross n grid. The robot is initially located at top left corner, grid 00. നമുക്ക് ഒരു m-cross n ഗ്രിഡിൽ ഒരു റോബോട്ട് ഉണ്ട്. ഈ റോബോട്ട് ഇനിഷ്യലി ഉള്ള പൊസിഷൻ ഗ്രിഡ് 00 ആണ്. Robot tries to move to the bottom right corner. Robot can only move either down or right at any point in time. ഈ റോബോട്ട് ബോട്ടം റൈറ്റ് കോർണറിലോട്ട് മൂവ് ചെയ്യാൻ ട്രൈ ചെയ്യാണ്. റോബോട്ടിന് രണ്ട് രീതിയിലേ അറ്റ് എ ടൈം മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതൊക്കെയാണ് ആ രണ്ട് രീതികൾ? ഒന്നുകിൽ താഴത്തോട്ട് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ട്. ഗിവൺ ടു ഇൻഡിജേഴ്സ് m and n. Return number of paths that robot can take to reach bottom right corner. നമുക്ക് രണ്ട് ഇൻഡിജേഴ്സ് m and n ഇൻപുട്ട് ആയിട്ട് തന്നിട്ടുണ്ടായിരിക്കും. ഈ m and n ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും ഓഫ് ഗ്രിഡ് ആണ്. നമുക്ക് എത്ര പാത്സ് റോബോട്ടിന് എടുക്കാം ബോട്ടം റൈറ്റ് കോർണറിൽ എത്താൻ എന്ന് വേണം റിട്ടേൺ ചെയ്യാൻ. ഒരു എക്സാമ്പിൾ നോക്കാം. ഇൻപുട്ട് m = 2, n = 3. നമ്പർ ഓഫ് റോസ് 2 ആണ്, നമ്പർ ഓഫ് കോളംസ് 3 ആണ്. റോബോട്ടിൻ്റെ ഇനിഷ്യൽ പൊസിഷൻ 00 ആണ്. റോബോട്ട് ബോട്ടം റൈറ്റ് കോർണറിൽ എത്താനായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ 1, 2 എന്ന് പറഞ്ഞ ഈ പൊസിഷനിൽ എത്താനായിട്ടാണ് റോബോട്ട് ട്രൈ ചെയ്യുന്നത്. റോബോട്ടിന് അറ്റ് എ ടൈം ഒന്നുകിൽ റൈറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ താഴത്തോട്ട് മൂവ് ചെയ്യാം. എത്ര വേസിൽ റോബോട്ടിന് 00 എന്ന് പറഞ്ഞ ഈ പൊസിഷനിൽ നിന്ന് 1, 2ൽ എത്താൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആ വേസ് എല്ലാം ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഒരു വേ എന്ന് പറഞ്ഞാൽ ഡൗൺ റൈറ്റ് റൈറ്റ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് എഴുതാം. ഡൗൺ, ആദ്യം റോബോട്ട് താഴത്തോട്ട് പോകും, പിന്നെ റൈറ്റ് സൈഡിലോട്ട്, പിന്നെ വീണ്ടും റൈറ്റിലോട്ട്. വേറൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റൈറ്റിലോട്ട് പോവുക, അത് കഴിഞ്ഞ് താഴത്തോട്ട് പോവുക, അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റിലോട്ട് പോവുക. റൈറ്റ്, ഡൗൺ, റൈറ്റ്. ഇനി മറ്റൊരു വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം റൈറ്റിലോട്ട് പോവുക, അത് കഴിഞ്ഞ് വീണ്ടും റൈറ്റിലോട്ട് പോവുക, പിന്നെ താഴത്തോട്ട് പോവുക. റൈറ്റ് റൈറ്റ് ഡൗൺ. ഈ 3 വേസ് ആണ് മെയിൻലി ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഔട്ട്പുട്ടിൽ 3 എന്ന് കിട്ടുന്നു. പിന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കൺസ്ട്രെയിൻ്റ് ആണ് m n ≥ 1. നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. നമുക്ക് യുണീക്ക് പാത്സ് ij എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ യുണീക്ക് പാത്സ് ij റിട്ടേൺ ചെയ്യാൻ നമ്പർ ഓഫ് പാത്സ് ടു റീച്ച് ij ഫ്രം 00. എത്ര പാത്സിലൂടെ റോബോട്ടിന് ij എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്താൻ പറ്റും ഫ്രം 00. ഈ ഒരു ഗ്രിഡിൻ്റെ കേസിൽ നമ്മളോട് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എത്ര വേസിൽ 00യിലുള്ള റോബോട്ടിന് ഈ 1, 2 എന്ന് പറഞ്ഞ പൊസിഷനിൽ എത്താൻ പറ്റും എന്നാണ്. അന്നേരം നമ്മൾ കുറേ പോസിബിലിറ്റീസ് ട്രൈ ഔട്ട് ചെയ്തായിരുന്നു. ആ പോസിബിലിറ്റീസ് എല്ലാമായിരുന്നു ഇത്. നമ്മൾ അവസാനത്തെ ആ സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഈ ഒരു പൊസിഷനിലോട്ട് ഏതൊക്കെ ഗ്രിഡ്സിൽ നിന്ന് അല്ലെങ്കിൽ
ഏതൊക്കെ സെൽസിൽ നിന്ന് വരാൻ പറ്റും? ഒന്നുകിൽ ഈ സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും, അല്ലെങ്കിൽ ഈ സെല്ലിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ പറ്റും. നമുക്ക് യുണീക്ക് പാത്സ് 1 യുണീക്ക് പാത്സ് 1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് വേസ് ടു റീച്ച് 1 അല്ലെങ്കിൽ നമ്പർ ഓഫ് പാത്സ് ടു റീച്ച് 1 ഫ്രം 0 യുണീക്ക് പാത്സ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് പാത്സ് ടു റീച്ച് 0 ഫ്രം 0 ഇത് രണ്ടും അറിയാമെങ്കിൽ നമുക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ലേ? യുണീക്ക് പാത്സ് ആണ് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമ്പർ ഓഫ് വേസ് ടു റീച്ച് 1 ഫ്രം 0 ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അന്നേരം നമുക്ക് യുണീക്ക് പാത്സ് 1 എത്ര പാത്സിലൂടെ നമുക്ക് ഈ 1 എത്താൻ പറ്റുമെന്ന് അറിയാമെങ്കിൽ യുണീക്ക് പാത്സ് 0 എത്ര പാത്സിൽ ഈ 0 എത്താൻ പറ്റുമെന്ന് നമുക്കറിയാമെങ്കിൽ യുണീക്ക് പാത്സ് 1 എന്ന് പറഞ്ഞാൽ യുണീക്ക് പാത്സ് 1 പ്ലസ് യുണീക്ക് പാത്സ് 0 ആയിരിക്കും. ഇതിനെ ഐ ആൻഡ് ജെയുടെ ടൈംസിൽ ഞാൻ ഒന്ന് ജനറലൈസ് ചെയ്യാണ്. യുണീക്ക് പാത്സ് ഐ ജെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐ ജെ ആണെന്ന് വിചാരിച്ചോ. ഈ ഒരു സെല്ല് ഏതായിരിക്കും? ഐ ജെ -1 യുണീക്ക് പാത്സ് ഐ ജെ -1 പ്ലസ് യുണീക്ക് പാത്സ് ഈ സെല്ല് ഏതായിരിക്കും? ഇത് ഐ ജെ ആണെങ്കിൽ ഐ -1 ജെ. ഇങ്ങനെ നമുക്കൊരു റിക്കറൻസ് റിലേഷൻ കിട്ടി. യുണീക്ക് പാത്സ് ഐ ജെ ഈക്വൽ ടു യുണീക്ക് പാത്സ് ഐ -1 ജെ പ്ലസ് യുണീക്ക് പാത്സ് ഐ ജെ -1 എന്ന് നമുക്ക് കിട്ടി. ഇതിലെ ബേസ് കേസ് എന്തായിരിക്കും? ഐയുടെ വാല്യൂ 0 അല്ലെങ്കിൽ ജെയുടെ വാല്യൂ 0. ഈ ഒരു കേസിൽ നമ്മൾ എന്തായിരിക്കും റിട്ടേൺ ചെയ്യുക? 1 ആയിരിക്കും നമ്മൾ റിട്ടേൺ ചെയ്യുക. ഇതാണ് ഇതിൽ വരുന്ന ബേസ് കേസ്. ഈ ഒരു റോയിൽ അല്ലെങ്കിൽ ഈ ഒരു കോളത്തിൽ ഉള്ള ഒരു സെല്ലിൻ്റെ യുണീക്ക് പാത്സ് ഐ ജെ 1 ആയിരിക്കും. നമ്മളോട് യുണീക്ക് പാത്സ് n-1 n-1 കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എത്ര വേസിൽ അല്ലെങ്കിൽ എത്ര പാത്സിൽ ഈ ബോട്ടം റൈറ്റ് കോർണറിൽ എത്താൻ പറ്റും എന്നാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഡെഫ് യുണീക്ക് പാത്സ് ഐ ജെ ഇഫ് ഐ ഈക്വൽ ടു 0 ഓർ ജെ ഈക്വൽ ടു 0 റിട്ടേൺ 1. റിട്ടേൺ യുണീക്ക് പാത്സ് I -1 j plus unique paths I j -1. Return unique paths
m മൈനസ് 1 n മൈനസ് 1. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 2 റേസ് ടു m പ്ലസ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m പ്ലസ് n. എന്തുകൊണ്ടാണ് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2 റേസ് ടു m പ്ലസ് n ആവുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മൾ നേരത്തെ കണ്ട ആ സെയിം എക്സാമ്പിൾ 00-ലുള്ള റോബോട്ട് 1-2-ൽ എത്താൻ എത്ര വേസ് ഉണ്ട്? 3 വേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? ഡൗൺ, റൈറ്റ് റൈറ്റ്, റൈറ്റ് ഡൗൺ റൈറ്റ്, റൈറ്റ് റൈറ്റ് ഡൗൺ. ഈ 3 വേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ 3 മൂവ്മെൻറ്റ്സ് ടോട്ടലി 3 സ്റ്റെപ്സ് ആയിരിക്കും ഒരു വേയിൽ ഉണ്ടാവുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. 3 സ്റ്റെപ്സ് അല്ലെങ്കിൽ 3 ഡയറക്ഷൻസ് ആയിരിക്കും ഒരു വേയിൽ ഉണ്ടാവുക. m മൈനസ് 1 ഡൗൺ മൂവ്മെൻറ്റ്സ് പോസിബിൾ ആണ്. പിന്നെ n മൈനസ് 1 റൈറ്റ് മൂവ്മെൻറ്റ്സും. ഇതിലെ ഏതൊരു വേ എടുത്ത് നോക്കിയാലും അതിൽ m മൈനസ് 1 ഡൗൺ മൂവ്മെൻറ്റ്സും n മൈനസ് 1 റൈറ്റ് മൂവ്മെൻറ്റ്സും ഉണ്ട്. ഇവിടെ എമ്മിൻ്റെ വാല്യൂ 2 ആയിരുന്നു. m മൈനസ് 1 ഡൗൺ മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡൗണ് ഇവിടെയുള്ള എല്ലാ വേയിലും ഉണ്ടായിരിക്കും. എന്നിൻ്റെ വാല്യൂ 3 ആണ്. n മൈനസ് 1 എന്ന് വെച്ചാൽ 2 റൈറ്റ് മൂവ്മെൻറ്റ്സ് ഇവിടെയുള്ള ഓരോ വേയിലും ഉണ്ടായിരിക്കും. m മൈനസ് 1 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ m പ്ലസ് n മൈനസ് 2 ആണ്. എത്ര സ്റ്റെപ്സ് ആയിരിക്കും ഒരു വേയിൽ ഉണ്ടാവുക? m പ്ലസ് n മൈനസ് 2. ഈ ഒരു കേസിൽ നോക്കിക്കഴിഞ്ഞാൽ എമ്മിൻ്റെ വാല്യൂ 2ഉം എന്നിൻ്റെ വാല്യൂ 3 ആണ്. അന്നേരം 5 മൈനസ് 2 എന്ന് പറഞ്ഞാൽ 3 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വേയിലും 3 മൂവ്മെൻറ്റ്സ് ആണ് ഉള്ളത്. ഈ ഓരോ മൂവ്മെൻറ്റിലും നമുക്ക് 2 ചോയ്സസാണ് ഉള്ളത്. ഓരോ പ്ലേസിലും ഒന്നുകിൽ ഡൗൺ മൂവ്മെൻറ്റ് വരാം അല്ലെങ്കിൽ റൈറ്റ് മൂവ്മെൻറ്റ് വരാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റേസ് ടു m പ്ലസ് n മൈനസ് 2 ആണ്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് 2 പോസിബിലിറ്റീസാണ് ഉള്ളത്. ഒന്നുകിൽ ഡൗണും റൈറ്റും. അതെന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 2 റേസ് ടു m പ്ലസ് n മൈനസ് 2 ആണ്. അങ്ങനെ നമുക്ക് ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 2 റേസ് ടു m പ്ലസ് n എന്ന് കിട്ടി. ഇനി നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിങ് ഈ പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. അതെങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുക? ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലത്തിനായിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. ഈ റിക്കറൻസ് റിലേഷൻ്റെ റിക്കർഷൻ ട്രീ നമുക്ക് വരയ്ക്കാം. ഈ ഒരു ഗ്രിഡ് കൺസിഡർ ചെയ്യുക. ഈ ഗ്രിഡിൻ്റെ റിക്കർഷൻ ട്രീ ഇങ്ങനെയായിരിക്കും ഇരിക്കുക. ഈ റിക്കർഷൻ ട്രീയിൽ നമ്മൾ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസിന് വേണ്ടി ചെക്ക് ചെയ്യുകയാണ്. എന്ന് വെച്ചാൽ ഒരേ പാരാമീറ്റേഴ്സ് വരുന്ന സിമിലർ ഫംഗ്ഷൻ കോൾസ് ചെക്ക് ചെയ്യുകയാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ f(11) എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ കോൾ ചെയ്തിട്ടുണ്ട്. ഇവിടെയും f(11) എന്ന് പറഞ്ഞ ഫംഗ്ഷനെ നമ്മൾ കോൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്ത ആ സെയിം കാൽക്കുലേഷൻസ് ഇവിടെയും ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇവിടെ ഓവർലാപ്പിംഗ് സബ് പ്രോബ്ലംസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡൈനാമിക് പ്രോഗ്രാമിംഗ് അപ്ലൈ ചെയ്യാൻ പറ്റും. ഡൈനാമിക് പ്രോഗ്രാമിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? മെമ്മോറൈസേഷൻ.
നമുക്ക് ഇവിടെയുള്ള ഈ ഫംഗ്ഷനിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടിനെ ഒരറയിൽ സ്റ്റോർ ചെയ്യണം. ഇവിടെ 2 ഇൻപുട്ട്സ് ഉണ്ട്, ഐയും ജെയും. അതുകൊണ്ട് നമുക്ക് ഒരു 2D അറേ വേണം റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ. ആ 2D അറേയിൽ എത്ര എൻട്രീസ് ഉണ്ടായിരിക്കും? m ക്രോസ് n എൻട്രീസ് ഉണ്ടായിരിക്കും ഈ 2D അറേയിൽ. ഇതിലെ എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആയിരിക്കും. ഇനി എന്താ ചേഞ്ച് വരുത്തേണ്ടത് ഈ കോഡിൽ? ഇവിടെയായിട്ട് ഡയറക്റ്റ്ലി റിട്ടേൺ ചെയ്യുന്നതിന് പകരം നമ്മൾ dp ഓഫ് ijയിലോട്ട് ആ വാല്യൂവിനെ സ്റ്റോർ ചെയ്യും. എന്നിട്ട് റിട്ടേൺ ചെയ്യും dp ഓഫ് ij. പിന്നെ ഇവിടെ ആയിട്ട് നമ്മൾ ഒരു ഇഫ് കണ്ടീഷൻ ചെയ്തു. ഇഫ് dp ഓഫ് ij നോട്ട് ഈക്വൽ ടു -1, റിട്ടേൺ dp ഓഫ് ij. പിന്നെ ഈ യുണീക്ക് പാത്ത്സ് എന്ന് പറഞ്ഞ ഈ ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്സ് ആയിട്ട് നമ്മൾ dp അറേയും പാസ് ചെയ്യും. dp അറേ അവിടെ പാസ് ചെയ്യുമ്പം ഇവിടെയും dp അറേ പാസ് ചെയ്യേണ്ടി വരും. ഇത്രയും ചേഞ്ചസ് ആയിരിക്കും ഉണ്ടാവുക. നമുക്ക് കോഡ് നോക്കാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ ആ സെയിം ചേഞ്ചസ് ഒക്കെ വെച്ച് നമ്മൾ എഴുതിയ കോഡാണിത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ dp അറേയിലെ എല്ലാ എലമെൻസും ഇനിഷ്യലി -1 ആണ്. m ക്രോസ് n എലമെൻസ് ആണ് ഈ dp അറേയിൽ ഉള്ളത്. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ക്രോസ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് m ക്രോസ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി എന്തുകൊണ്ടാണ് ഓർഡർ ഓഫ് m ക്രോസ് n ആവുന്നത്? കാരണം ഈ dp അറേയിൽ m ക്രോസ് n എൻട്രീസ് ഉണ്ട്. അതുകൊണ്ടാണ് സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ക്രോസ് n ആവുന്നത്. നമുക്ക് റിക്കർഷനിൽ നിന്ന് എങ്ങനെ ടാബുലേഷനിലോട്ട് കോഡ് എഴുതാമെന്ന് നോക്കാം. നമുക്കൊരു dp അറേ ഉണ്ട്. ഈ dp അറേയുടെ സൈസ് m ക്രോസ് n ആണ്. ഇനിഷ്യലി എല്ലാ എലമെൻസും -1 ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണ്. ബേസ് കേസ് എന്താണ്? i ഈക്വൽ ടു 0 ഓർ j ഈക്വൽ ടു 0. അന്നേരം i ഈക്വൽ ടു 0 ആകുമ്പോൾ for j ഈക്വൽ ടു 0 to n-1 dp ഓഫ് 0j ഈക്വൽ ടു 1. ഇവിടെ റിട്ടേൺ ചെയ്യുന്നത് എന്താണ്? 1. അതുകൊണ്ട് 0j 1 ആയി. പിന്നെ j ഈക്വൽ ടു 0 ആകുമ്പോൾ for i ഈക്വൽ ടു 0 to m-1 dp ഓഫ് i0 ഈക്വൽ ടു 1. ഇപ്പം നമ്മൾ m ക്രോസ് n എന്ന് പറഞ്ഞ അറേയിലെ എല്ലാ എലമെൻസും -1 ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ആ m ക്രോസ് n അറേയിലെ ഫസ്റ്റ് റോയും ഫസ്റ്റ് കോളവും നമ്മൾ 1 ആക്കി. അതിലുള്ള എല്ലാ എൻട്രീസും 1 ആക്കി. ഇനി എന്തായിരിക്കും ചെയ്യേണ്ടത് ടാബുലേഷൻ അപ്രോച്ചിൽ? ഇവിടെയുള്ള ഈ ഫോർമുലയിലോട്ട് നമ്മൾ നോക്കി. അവിടെ dp ഓഫ് ij ഈക്വൽ ടു യുണീക്ക് പാത്ത്സ് i-1j dp പ്ലസ് യുണീക്ക് പാത്ത്സ് ij-1 എന്നായിരുന്നു. അതിന് നമ്മൾ dp ഓഫ് i-1j പ്ലസ് dp ഓഫ് ij-1 എന്ന് എഴുതി. ഐയുടെയും ജെയുടെയും വാല്യൂ എവിടെ നിന്ന് എവിടം വരെയാണ് പോകണ്ടേ? ഐയുടെ വാല്യൂ 1 തൊട്ട് ഇവിടെ 0യുടെ കേസ് നമ്മൾ
ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഐയുടെ വാല്യൂ 1 തൊട്ട് m-1 വരെയും ജെയുടെ വാല്യൂ 1 തൊട്ട് n-1 വരെയുമാണ്. ഇതിന് 2 ഫോർ ലൂപ്പ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ ഇക്വേഷൻ എഴുതും. അത് കഴിഞ്ഞ് അറ്റ് ദ എൻഡിൽ നമ്മൾ dp ഓഫ് m-1ഉം n-1ഉം റിട്ടേൺ ചെയ്യും. കോഡ് നോക്കാം. def unique paths mn dp equal to list 1 into n for underscore in range of m. ഇവിടെ നമ്മൾ ഡി പി അറയിലെ എല്ലാ എലമെൻസും 1 വെച്ചിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് 1 വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? ഈ 2 സ്റ്റെപ്സ് അവോയ്ഡ് ചെയ്യാനായിട്ട്. ഫോർ I in range of 1 to m, for j in range of 1 to n, dp of ij equal to dp of I minus 1j plus dp of I j minus 1. Return dp of m minus 1 n minus 1. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m ക്രോസ് n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റിയും ഓർഡർ ഓഫ് m ക്രോസ് n ആണ്. നമുക്ക് ഒരു ഗ്രിഡിലൂടെ നമ്മളിപ്പം അപ്ലൈ ചെയ്ത ആ ലോജിക് ഒന്ന് കാണാം. എമ്മിൻ്റെ വാല്യൂ 4ഉം എന്നിൻ്റെ വാല്യൂ 4ഉം ആണെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് ആ ഗ്രിഡ് ഇരിക്കുക. അന്നേരം ഫസ്റ്റ് കോളവും ഫസ്റ്റ് റോയിലെയും എല്ലാ എലമെൻസും 1 ആണ്. ഇനി നമ്മൾ ഈ ഒരു പാർട്ടിലുള്ള എല്ലാ എൻട്രീസും 1 by 1 ആയിട്ട് ഫില്ല് ചെയ്യും. ആദ്യം ഈ സെല്ലിനെയാണ് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അന്നേരം അതിൻ്റെ തൊട്ട് മുകളിലത്തെയും തൊട്ട് ലെഫ്റ്റിലെയും എലമെൻറ്റ്സ് നോക്കും, എന്നിട്ട് അതിനെ ആഡ് ചെയ്യും. അങ്ങനെ നമുക്ക് ഈ എൻട്രി കിട്ടും. സിമിലർലി ഈ സെല്ലിനെ ഫില്ല് ചെയ്യാൻ ഇവിടെയുള്ള വാല്യൂവും നമ്മൾ നോക്കും. ലെഫ്റ്റിലെയും ടോപ്പിലെയും വാല്യൂസ് നോക്കും, എന്നിട്ട് അതിനെ ആഡ് ചെയ്യും. സിമിലർലി ഈ സെല്ലിനും. അങ്ങനെയാണ് നമ്മൾ എല്ലാ സെല്ലിൻ്റെ വാല്യൂസും കണ്ടുപിടിക്കുന്നത്. എന്നിട്ട് അവസാനം ഈ സെല്ലിൻ്റെ വാല്യൂ നമ്മൾ ആൻസറായിട്ട് റിട്ടേൺ ചെയ്യും. ഇവിടെ സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് m ക്രോസ് n ആണ്. നമുക്ക് ആ സ്പേസിനെ കുറയ്ക്കണം. അതിന് നമുക്ക് എന്ത് ചെയ്യാം? നമുക്കറിയാം ഓരോ സെല്ലിൻ്റെ വാല്യൂ എങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ടോപ്പിലെ എലമെൻറ്റും അതിൻ്റെ ലെഫ്റ്റിലെ എലമെൻറ്റിൻ്റെ വാല്യൂ നോക്കിയാണ്. അന്നേരം നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത് ഈ സെല്ലിൻ്റെ വാല്യൂ ആണ്. അന്നേരം ബാക്കിയുള്ള ഇൻഫർമേഷൻ ഒന്നും നമുക്ക് ആവശ്യമായിട്ട് വരില്ല. നമ്മൾ ഒരു 1D അറേ ഉപയോഗിച്ചിട്ട് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്ന് നോക്കാം. ഇതിലെ ഈ ഫസ്റ്റ് റോയിനെ ഞാൻ ഇങ്ങനെ ഒരു 1 ഡയമെൻഷണൽ അറേയിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ സെക്കൻഡ് റോയിലോട്ട് നോക്കുകയാണെങ്കിൽ ആദ്യത്തെ എലമെൻറ്റ് 1 തന്നെയാണ്. നമുക്ക് ഈ എലമെൻറ്റിൻ്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഈ എലമെൻറ്റിൻ്റെ വാല്യൂ പ്ലസ് ഈ എലമെൻറ്റിൻ്റെ വാല്യൂ. അങ്ങനെ നമുക്ക് ഈ സെല്ലിൻ്റെ വാല്യൂ 2 എന്ന് കിട്ടും. ഇനി ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ഈ 1 പ്ലസ് 2 ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടാവുക 2 ആയിരിക്കും. 2 പ്ലസ് 1 3 ആണ് ഇവിടെ വരേണ്ട വാല്യൂ. ഇവിടെ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഇവിടെയുള്ള 2 പ്ലസ് 1 അങ്ങനെ നമുക്ക് ഇവിടെ 3 എന്ന് കിട്ടും. ഇനി
ഈ സെല്ലിൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. അതെങ്ങനെയായിരിക്കും? 3 + 1 4. സിമിലർലി നമുക്ക് ഈ റോയും ഇവിടെ ഫില്ല് ചെയ്യാൻ പറ്റും. അറ്റ് ദ എൻഡിൽ നമുക്ക് ഈ എലമെൻറ്റിനെ ആൻസറായിട്ട് റിട്ടേൺ ചെയ്താൽ മതി. ഇവിടെ ഈ ഇക്വേഷൻ എങ്ങനെയാണ് മാറുക? dp of ij = dp of ij - 1 പ്ലസ് dp of I - 1j എന്നായിരുന്നു. ഇതിലെ ഐയെ റിമൂവ് ചെയ്യുക. പിന്നെ ഈ I - 1നെ റിമൂവ് ചെയ്യുക. dp of j = dp of j - 1 പ്ലസ് dp of j. അങ്ങനെ നമുക്ക് ഈ 2D അറയെ 1D അറേ ആക്കിയിട്ട് ഈ പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ പറ്റും. കോഡ് നോക്കാം. def unique paths mn dp = 1 × n for I in range of 1 to m for j in range of 1 to n dp of j plus = dp of j - 1 return dp of n - 1. ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് m × n ആണ്. സ്പേസ് കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n.